കേരളത്തിലെ ഒരു കോർപ്പറേഷനിൽ നിന്നും ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ അല്ലെങ്കിൽ കുറച്ചധികം ദിവസങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബി ജെ പി കേരളത്തിൽ ഒരു കോർപ്പറേഷൻ പിടിച്ചെടുക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കണ്ടത്. ബി.ജെ.പിയുടെ തുടക്കം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിലെത്തിയ തുടക്കം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുകാരൊക്കെ ഏറെ ഉറ്റുനോക്കിയതാണ്. കാര്യം മേയർ ബ്രോയിൽ നിന്ന് മേയർ കുട്ടി, അതിനുശേഷം വന്ന ഒരു ബി.ജെ.പി മേയർ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് തിരുവനന്തപുരത്തുകാർ അതിനെയൊക്കെ നോക്കിക്കണ്ടത്. പക്ഷെ അതെല്ലാം മാറി എന്ന് പറയേണ്ട ഒരു നിലവിലൊരു സ്ഥിതിയുണ്ട്. കാര്യം കൗൺസിലർമാർ പരസ്പരം തമ്മിൽ തല്ലുന്നു, അങ്ങോട്ട് വെള്ളം കോരി ദേഹത്തേക്ക് ഒഴിക്കുന്നു. അത്തരത്തിൽ വലിയ അക്രമമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇതിന് മുൻപത്തെ ദിവസം LDF-ഉം ബി.ജെ.പിയും തമ്മിലായിരുന്നെങ്കിൽ ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് UDF-ഉം ബി.ജെ.പിയും തമ്മിലുള്ള സംഘർഷമാണ്. ഇങ്ങനെ നിരന്തരം സംഘർഷത്തിലേക്ക് പോകാനാണോ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഉദ്ദേശം എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. രണ്ടു കൂട്ടർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്, UDF-കാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്, ബി.ജെ.പിക്കാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. മാതൃകയാകേണ്ട ജനപ്രതിനിധികൾ ഇത് എന്തുദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്? തീർച്ചയായും തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം ഒരു കാരണവശാലും പാടില്ലാത്തതാണ്. വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളെ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന നടപടിക്ക് തുല്യമാണ് കോർപ്പറേഷനിൽ ഉണ്ടായ സംഭവം. ഒരു കാരണവശാലും ആ സംഭവത്തെ അംഗീകരിക്കാൻ കഴിയില്ല. അത് അപലപിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എനിക്ക് ആ സംഘർഷം കണ്ടപ്പോൾ ഓർമ്മ വന്നത് 2011-16 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരിപ്പിക്കുന്ന മാണി ബജറ്റ് അവതരിപ്പിക്കാൻ വന്നപ്പോൾ ഇടതുപക്ഷ മുന്നണി പ്രവർത്തകർ MLA-മാർ നടത്തിയ അക്രമ സമരം, ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലടക്കം നിയമസഭയിൽ നടത്തിയ അക്രമ സമരത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഇന്നലെ തിരുവനന്തപുരം കോർപ്പറേഷനുണ്ടായ സംഭവം. അവിടെ ആദ്യം BJP-യുടെ കൗൺസിലർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ചെമ്പഴന്തി ഉദയന്റെ നേതൃത്വത്തിലാണ് അക്രമം നടന്നത് എന്ന് പകൽ പോലെ വ്യക്തമാണ്. കാരണം അവിടെ കോൺഗ്രസിന്റെ വനിതാ കൗൺസിലർമാരുടെ പക്കൽ നിന്ന് രജിസ്റ്റർ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നു. ആ രജിസ്റ്റർ തട്ടിപ്പറിക്കാൻ ശ്രമം നടത്തിയതിന്റെ ഉദ്ദേശം അവിടെ കാപ്പ കേസിൽ അകപ്പെട്ട് ജയിലിൽ കഴിയുന്ന സുഗതൻ യോഗത്തിൽ വന്നിട്ടുണ്ടോ, കൗൺസിൽ യോഗത്തിൽ വന്നിട്ടുണ്ടോ എന്ന ഒപ്പിട്ട് അത് ഒരു കോടതിയിൽ ഒരു രേഖയായി തെളിയിക്കാൻ പറ്റിയ കാര്യമാണ്. അത് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിയാണ് BJP കൗൺസിലർമാരുടെ ഭാഗത്തുണ്ടായത്. നിർഭാഗ്യവശാൽ സ്ത്രീകൾ അടക്കമുള്ളവരെ ആക്രമിക്കുന്നു. തിരിച്ച് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ശബരിനാഥൻ പ്രതിരോധം തീർക്കുന്നു. സ്ത്രീ കൗൺസിലർമാരെ ആക്രമിച്ച സമയത്ത് ശബരിനാഥന്റെ തടയാൻ ശ്രമിച്ച ശബരിയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. തിരിച്ച് ശബരിയും കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു. ഉദയന്റെ ഷർട്ട് കീറുന്നു. അതിനുശേഷം ശബരി പറഞ്ഞ ഒരു കാര്യം, ഞങ്ങളുടെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ കാപ്പ കേസിൽ അകപ്പെട്ട സുഗതൻ ഈ നഗരസഭ ചവിട്ടില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. മറുഭാഗത്ത് BJP പറഞ്ഞത് ഞങ്ങൾക്ക് ജീവനുണ്ടെങ്കിൽ കാപ്പ കേസിലെ പ്രതി സുഗതനെ ഞങ്ങൾ ഈ കൗൺസിലിനകത്ത് കൊണ്ടുവരുമെന്നാണ്. എന്തായാലും വാദപ്രതിവാദങ്ങൾ തകർത്ത് മുന്നോട്ട് പോവുകയാണ്. നേരത്തെ കോൺഗ്രസ് ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു. വീണ്ടും എന്നാൽ അത് ഇടതുപക്ഷത്തിന്റെ പിന്തുണയില്ലാത്തതിനാൽ ആ നീക്കത്തിൽ നിന്ന് പിന്മാറി വീണ്ടും അത്തരത്തിൽ ഒരു നീക്കം കോൺഗ്രസ് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കോർപ്പറേഷൻ വിഷയവുമായി ബന്ധപ്പെട്ട് പുതിയ പോർമുഖം തുറന്നിരിക്കുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു പുതിയ ഊർജം വീണ്ടെടുത്ത് അല്ലെങ്കിൽ ഒരു പുതിയ ഊർജം കണ്ടെത്തി മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി വലിയ ഒരു പോർമുഖം കോർപ്പറേഷനിൽ കോൺഗ്രസ് തുറന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UDF-ന്റെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് നടന്നു. ഇന്നലെ കൗൺസിൽ യോഗത്തിൽ വലിയ പ്രതിഷേധമായിരുന്നു. ഇനി കൗൺസിലിനകത്തും പുറത്തും പ്രതിഷേധിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. തിരുവനന്തപുരം നഗരത്തിലടക്കം കോൺഗ്രസിന് ശക്തമായ വലിയ സ്വാധീനമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് നടന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കോൺഗ്രസിന്റെ സ്വാധീനം ക്ഷയിക്കുകയും അവിടെ BJP സ്വാധീനം വർദ്ധിപ്പിച്ച ഏറ്റവും അവസാനം കോർപ്പറേഷന്റെ ഭരണം പിടിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തിരുവനന്തപുരം നഗരഹൃദയത്തിലുള്ള മണ്ഡലങ്ങൾ നേമവും കാട്ടാക്കടയും ഒഴികെ ബാക്കി എല്ലായിടത്തും കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. എന്തായാലും ഇതിൽ കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവ് അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തിലെ കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവ് കോർപ്പറേഷനകത്തും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കില്ലേ? തീർച്ചയായും കോൺഗ്രസ് എന്ന് പറയുന്നത് പ്രതിപക്ഷമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ. അതും ഏറ്റവും വലിയ പ്രതിപക്ഷവുമല്ല, LDF ആണ് ഏറ്റവും വലിയ പ്രതിപക്ഷം എന്ന് പറയേണ്ടി വരും. വെറും 20 അംഗങ്ങൾ മാത്രമാണ് UDF-നുള്ളത്. 20 അംഗങ്ങളെ കൊണ്ട് ശബരിനാഥനും ബാക്കി 19 കൗൺസിലർമാർക്കും BJP-യെ വിറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചുവരവ് തന്നെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമ്മൾ കണ്ടതാണ്, തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അതൊരു തിരിച്ചുവരവ് തന്നെയായിരുന്നു. 10 സീറ്റിൽ മാത്രമുണ്ടായിരുന്ന UDF അത് ഇരട്ടിയാക്കിയിട്ടുണ്ട്. ആ ഇരട്ടിയാക്കിയ പ്രതിപക്ഷമായി ശക്തമായി തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിൽക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷന് അകത്തും പുറത്തും ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ UDF തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയും വേണം. പിന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് ശബരിനാഥന് മന്ത്രിയാകാൻ കഴിഞ്ഞില്ല, ഒപ്പമുള്ളവരൊക്കെ MLA-യും മന്ത്രിയുമായി മാറിയപ്പോൾ വെറും കൗൺസിലറായി ഇരിക്കേണ്ടി വന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഇത്രയും ഈ രീതിയിലൊക്കെ അക്രമം അഴിച്ചുവിടുന്നതെന്നൊക്കെ സൈബർ ലോകത്ത് പറയുന്നുണ്ട്.
ഞാൻ പക്ഷെ ഒരിക്കലും അത് വിശ്വസിക്കുന്നില്ല. കാരണം പാർട്ടി എന്താണോ തന്നെ ഏൽപ്പിക്കുന്ന ദൗത്യം, അല്ലെങ്കിൽ പാർട്ടി എന്താണോ തന്നോട് പറയുന്നത് അത് കൃത്യമായി ചെയ്യുന്ന ഒരാളാണ് ശബരിനാഥ്. ശബരിനാഥിന് ഈ പറയുന്ന വെട്ടൽ രാഷ്ട്രീയമോ കാലുവാരൽ രാഷ്ട്രീയമോ ഒന്നുമില്ലാത്ത, പക്ഷെ നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു ശബരിനാഥിനെയാണ് ഇന്നലെ കണ്ടത്. ശബരിനാഥ് MLA ആയിരുന്ന സമയത്തും യൂത്ത് കോൺഗ്രസിൽ ഉണ്ടായിരുന്ന സമയത്തും ഒന്നും തന്നെ ശബരി ഇത്രത്തോളം ടെമ്പർ തെറ്റി അല്ലെങ്കിൽ ഇത്രത്തോളം ദേഷ്യത്തോടുള്ള ശബരിയെ കേരളം കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു വിഭാഗം പറയുന്നുണ്ട് ശബരിനാഥൻ കുറച്ചുകൂടി ആക്റ്റീവായി എല്ലാം തല്ലി തകർക്കണമായിരുന്നു ശിവൻകുട്ടിയെ പോലെ എന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട്. അതിനോട് എനിക്ക് യോജിപ്പില്ല. ജനപ്രതിനിധികളൊന്നും ജനാധിപത്യ രീതിയിൽ മുന്നോട്ട് പോകേണ്ടതാണ്, അല്ലാതെ അക്രമം ഒരു കൗൺസിലർ ആകാനും MLA ആകാനും നിൽക്കുന്നത്, അല്ലെങ്കിൽ കൗൺസിലറും MLA-മാരും എല്ലാം എല്ലാവരെയും ആക്രമിക്കാൻ, അല്ലെങ്കിൽ ഒപ്പമുള്ള MLA-മാരെയും കൗൺസിലർമാരെയും ആക്രമിക്കുന്ന രീതിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ജനാധിപത്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി BJP-യുടെ ഭാഗത്താണ് ശരിയെങ്കിൽ പോലും, കോൺഗ്രസും LDF-ഉമാണ് നിരന്തരമായി ആ കോർപ്പറേഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എങ്കിൽ പോലും അവരെ നിയന്ത്രിക്കാൻ മേയറിന് കഴിയണമായിരുന്നു, ബാക്കി കൗൺസിലർമാർക്ക് കഴിയണമായിരുന്നു. കാര്യം ഭരിക്കുന്ന കക്ഷിക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ അവർ തന്നെ അക്രമത്തിലേക്ക് പോകുന്ന ഒരു നിലപാട് ശരിയല്ല. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഒരു കോർപ്പറേഷൻ BJP-ക്ക് നൽകുന്നത്. ആ പ്രതീക്ഷയെല്ലാം നശിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അല്ലെങ്കിൽ കാപ്പ കേസുമായി ബന്ധപ്പെട്ട് സുഗതനെ എന്തിന് BJP സംരക്ഷിക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. ഇത്തരം കാര്യങ്ങൾ എന്തായാലും കോൺഗ്രസ് അടങ്ങിയിരിക്കാൻ പോകുന്നില്ല. ഇത്തരം കാര്യങ്ങളെല്ലാം പരിശോധിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. തീർച്ചയായും തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് വരും ദിവസങ്ങളിലും കൗൺസിൽ യോഗം ചേരാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. കൗൺസിൽ യോഗം ചേർന്നാൽ അതിൽ സുഗതൻ ഇനിയും പങ്കെടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അംഗത്വം അസാധുവാകുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത്തരത്തിലേക്ക് ഒരു നീക്കത്തിലേക്ക് BJP കടക്കില്ല എന്ന് മാത്രമല്ല, തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് പ്രതിപക്ഷം CPM-ഉം കോൺഗ്രസും വലിയ സമരങ്ങളുമായി മുന്നോട്ട് പോകും. VV രാജേഷ് ഉൾപ്പെടെയുള്ളവർ ഇതിന് മറുപടി പറയേണ്ട ഒരു ബാധ്യത ഇപ്പോൾ വന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസത്തെ സമരവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ അടക്കം അലയടിക്കുന്ന ഒരു കാഴ്ച. ഒരു ഭാഗത്ത് BJP വലിയ വിവാദങ്ങൾ കൊണ്ടുവരുന്നു. കാരണം കോർപ്പറേഷനകത്ത് അക്രമം അഴിച്ചുവിടുന്നു. ശബരിനാഥിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് കൗൺസിലർമാർ അക്രമം അഴിച്ചുവിടുന്നു. അതിന്റെ തലേ ദിവസം CPM നടത്തിയ സമരവുമായി ബന്ധപ്പെട്ട്, ഇടതുപക്ഷ മുന്നണി നടത്തിയ സമരവുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷമുണ്ടാകുന്നു. അതുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് അടുത്തൊന്നും സമാധാനപരമായി ഒരു കൗൺസിൽ യോഗം നടക്കാനുള്ള ഒരു സാധ്യതയില്ല. കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഭരണസ്തംഭനം ഉണ്ടായാൽ അത് സാധാരണക്കാരായ ജനങ്ങളെയാണ് ബാധിക്കുക. തിരുവനന്തപുരം നഗരത്തിലടക്കം കോർപ്പറേഷൻ ഭരണവുമായി ബന്ധപ്പെട്ട് നിരവധിയായ ആരോപണങ്ങൾ വരുന്നുണ്ട്. മഴക്കാലപൂർവ്വ ശുചീകരണം നടത്താൻ കഴിഞ്ഞില്ല എന്ന് നേരത്തെ ആരോപണമുണ്ടായിരുന്നു. അതുമാത്രമല്ല, മഴ പെയ്തതോടുകൂടി തിരുവനന്തപുരം നഗരം ആകെ വെള്ളത്തിൽ മുങ്ങുന്ന സാഹചര്യമുണ്ട്. ഇതിനൊന്നും മറികടക്കാൻ കോർപ്പറേഷന് കഴിയുന്നില്ല. റീൽസിൽ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു ഭരണസമിതിയായി കോർപ്പറേഷൻ അതപ്പതിച്ചിട്ടുണ്ട് എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന തരത്തിലുള്ള പ്രകടനം BJP-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. എന്തായാലും ഈ സംഘർഷങ്ങളെല്ലാം വോട്ട് ചെയ്ത ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. അവരെ നോക്കി കൊഞ്ഞനം കുത്തുന്ന നിലപാടിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ പിന്മാറുന്നതാണ് ഉചിതം.